ഇപ്പോൾ സിജു കണ്ണൻ കൂടി തത്സമയം നമ്മളോടൊപ്പം ചേരുകയാണ്. ഈ നാട്ടിൽ സഞ്ചരിച്ച അവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കി സിജു ഗുഡ് മോർണിംഗ്. ദുരൂഹത തളം കെട്ടി നിൽക്കുന്ന ഒരു നാട്, ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകൾ പുറത്തേക്ക് വരുന്നു. 200ഓളം സ്ത്രീകളുടെ മൃതദേഹം മറവ് ചെയ്തിട്ടുണ്ട് എന്ന് തെളിവുകൾ സഹിതം പോലീസിന്റെ മുൻപിലേക്ക് എത്തുന്നു. പക്ഷേ ഒരു ലോക്കൽ പോലീസ് സബ് ഇൻസ്പെക്ടർ മാത്രമാണ് ഇപ്പോഴും ആ കേസ് അന്വേഷിക്കുന്നത്. അവിടെ പോയപ്പോൾ കണ്ടു മനസ്സിലാക്കിയത് എന്താണ് സിജു ധർമ്മസ്ഥലയിൽ ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? മനു, ഞെട്ടിക്കുന്ന ഈ വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് ഇപ്പോൾ നമ്മൾ ധർമ്മസ്ഥലയിലെത്തി കാര്യങ്ങൾ അന്വേഷിച്ച് തുടങ്ങിയത്. വലിയ ഭീതിതമായ ഒരു അന്തരീക്ഷമാണ് ഇവിടെ നിലനിൽക്കുന്നത് എന്ന് പറയാം. നിരവധി ആളുകൾ ഈ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് ഈ വെളിപ്പെടുത്തലിന് പിന്നാലെ ഇതിന് പിന്നിലുണ്ട്. പക്ഷേ അവരെല്ലാം തന്നെ വലിയ ഭയപ്പാടോടെയാണ് കഴിയുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇപ്പോൾ കണ്ട വാർത്ത നോക്കൂ. ദുരൂഹ മരണങ്ങളുടെ വലിയൊരു ചർച്ചയാണ് ഇപ്പോൾ ഈ ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. നേരത്തെ നമ്മൾ കണ്ടത് 1986 മരണപ്പെട്ട പത്മലതയുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. CPIM നേതാവായിരുന്നു പത്മലതയുടെ അച്ഛൻ ദേവാനന്ദ്. ഈ പ്രദേശത്തെ ആദിവാസികളെ ഈ കുടിയിറക്കുന്ന സമയത്ത് അവർക്ക് വേണ്ടി ഒരുമിച്ച് നിലകൊണ്ട് ഇതിനെതിരെ ശക്തമായ പ്രക്ഷോഭം നയിച്ച ഒരാളായിരുന്നു അദ്ദേഹം. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കാൻ തീരുമാനിച്ചതിന് പിന്നാലെയാണ് മകൾ പത്മലതയെ 17 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയത്. ഉജിറെ SDM കോളേജിൽ PUC 2ാം വർഷ വിദ്യാർത്ഥിയായിരിക്കുമ്പോഴാണ് ഈ സംഭവം. ഇതിനുശേഷം ഇവർക്ക് ഈ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്നതിന് വേണ്ടി ഒരു ഭീഷണി സന്ദേശം വരുന്നു. ആ സന്ദേശത്തിന് പിന്നാലെ പാർട്ടിയുടെ നിർദ്ദേശപ്രകാരം ഈ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്നു, മകളെ കാണാനില്ല എന്നുള്ളത് കൊണ്ട്. പക്ഷേ നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചതിന് ശേഷം മകളെക്കുറിച്ചുള്ള വിവരം ലഭിക്കുന്നില്ല. നോക്കൂ, 58 ദിവസത്തിന് ശേഷം ഫെബ്രുവരി 17 മൃതദേഹം തൊട്ടടുത്തുള്ള കുതിരായും പുഴയിൽ നിന്ന് കണ്ടെത്തുന്നത്. കയ്യും കാലും എല്ലാം കെട്ടിയിട്ട നിലയിലായിരുന്നു എന്നാണ് അന്നത്തെ ആ സംഭവത്തെക്കുറിച്ച് കുടുംബക്കാർ ഓർമ്മിക്കുന്നത്. സഹോദരി സംസാരിക്കുന്നത് നമ്മൾ കേട്ടതാണ്. പിന്നീട് ആദ്യം കേസെടുക്കാൻ പോലും മടിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. പിന്നീട് കർണാടക CID സംഭവവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിയെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ തെളിയാത്ത കേസായി ഇത് മാറി എന്നാണ്. ഇങ്ങനെ നിരവധി സംഭവങ്ങൾ ഇവിടെ തെളിയാത്ത കേസുകൾ ധർമ്മസ്ഥലയിൽ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പലതരത്തിൽ കേസുകൾ എടുക്കാത്ത സംഭവങ്ങൾ പോലീസ് സ്റ്റേഷനെ സമീപിച്ചിട്ടും, ബെൽത്തങ്ങാടി പോലീസ് സ്റ്റേഷനായിരുന്നു അന്നുണ്ടായിരുന്നത്, പിന്നീട് ഇപ്പോൾ ധർമ്മസ്ഥല പോലീസ് സ്റ്റേഷനുണ്ട്. ഈ സ്ഥലങ്ങളിലെല്ലാം തന്നെ പരാതി നൽകിയിട്ടും കേസുകൾ എടുക്കാത്ത നിരവധി സംഭവങ്ങൾ, ദുരൂഹത നിറഞ്ഞു നിൽക്കുന്ന നിരവധി സംഭവങ്ങൾ ഇവിടെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. നമുക്കറിയാം, ഈ മാസം 3 ക്ഷേത്രത്തിലെ മുൻ ജീവനക്കാരനായിരുന്ന ഒരാളുടെ വെളിപ്പെടുത്തൽ പുറത്തു വരുന്നത്. വലിയ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ്. ഒരുപക്ഷെ രാജ്യം തന്നെ കേൾക്കുന്ന ഏറ്റവും വലിയ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമായിരുന്നു അത്. 1995 2014 ഇടയിൽ 100-ലേറെ സ്ത്രീകളുടെ ശവശരീരങ്ങൾ കുഴിച്ചിടപ്പെടാൻ നിർബന്ധിതരായി. അത് ഉന്നതരായ ആളുകളുടെ നിർദ്ദേശപ്രകാരം കുഴിച്ചിടാൻ ഒപ്പം നിന്നു എന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തൽ നടത്തിയത്. ധർമ്മസ്ഥല പോലീസ് സ്റ്റേഷനിലെത്തി ഈ മാസം 3 ഒരു പരാതിയായി പറഞ്ഞത്. ഇപ്പോൾ കുറ്റബോധം കൊണ്ട്, വലിയ മാനസിക സമ്മർദ്ദം കൊണ്ടാണ് ഈ പരാതി നൽകുന്നത് എന്നാണ് മുൻ ക്ഷേത്ര ജീവനക്കാരനായ അദ്ദേഹം പറയുന്നത്. ഇപ്പോൾ രഹസ്യ കേന്ദ്രത്തിലാണ് അദ്ദേഹം ഉള്ളത്, അഭിഭാഷക സംഘത്തിനൊപ്പം. ഈ വെളിപ്പെടുത്തലിന് പിന്നാലെ തന്നെ ഈ ഒരു സ്ഥലത്ത് നിന്ന് കുഴിച്ചെടുത്ത മൃതദേഹത്തിൻ്റെ അവശിഷ്ടങ്ങൾ, അസ്ഥികൂടങ്ങൾ ഉൾപ്പെടെ കണ്ടെത്തിക്കൊണ്ട് അതുമായി കോടതിയിലെത്തുന്ന ഒരു സാഹചര്യം കൂടിയുണ്ടായി. നോക്കൂ മനു, നേരത്തെ സൂചിപ്പിച്ചതുപോലെ എത്ര വലിയ സംഭവമാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളതാണ്. 11-ാം തീയതി ബെൽത്തങ്ങാടി കോടതിയിലെത്തിയ ശേഷം അസ്ഥികൂടത്തിൻ്റെ അവശിഷ്ടങ്ങളുമായി രഹസ്യമൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു. അതിനുശേഷം ഇപ്പോൾ ദിവസങ്ങൾ പിന്നിടുന്നു. ഈ കോടതിയിൽ രഹസ്യമൊഴി രേഖപ്പെടുത്തിയതിന് പിന്നാലെ കോടതി പറഞ്ഞത് ഇദ്ദേഹം പറയുന്ന സ്ഥലങ്ങളിൽ കുഴിച്ചു പരിശോധന ഉൾപ്പെടെ നടത്തേണ്ടതുണ്ട് എന്നാണ് കോടതി പറഞ്ഞത്. ഈ കുഴിച്ചു പരിശോധന ഇപ്പോഴും എവിടെയും എത്തിയിട്ടില്ല. കാരണം ഇന്ന് ഒരാഴ്ചയിലധികം പിന്നിടുമ്പോഴും അന്വേഷണം എങ്ങും എത്തിയിട്ടില്ല. ഇദ്ദേഹത്തിൻ്റെ പരാതിയിൽ ഭാരതീയ ന്യായ സംഹിത പ്രകാരം കേസെടുത്തു എന്നുള്ളതല്ലാതെ അതിനുശേഷം ഒരു തരത്തിലുള്ള മുന്നോട്ടും പോക്കും കേസുമായി ബന്ധപ്പെട്ടില്ല. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെ കണ്ട് അഭിഭാഷക സംഘം വലിയ രീതിയിലുള്ള പരാതി ഉന്നയിച്ചിരുന്നു. ആ പരാതിയിൽ പറയുന്നത് അന്വേഷണം കാര്യക്ഷമമായി നടത്തണമെന്നാണ് ആവശ്യപ്പെടുന്നത്. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത്, ഈ പരാതിക്കാരൻ്റെ വിശ്വാസ്യത തകർക്കുന്ന നിലയിലേക്ക് ഈ രഹസ്യമൊഴി പുറത്തേക്ക് ചോർത്തിക്കൊടുത്ത് നൽകുന്നു, മൂന്നാമതൊരു കക്ഷിക്ക് ചോർത്തിക്കൊടുക്കുന്നു എന്ന വലിയ പരാതിയാണ് ഉന്നയിച്ചത്. ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് വലിയ ഭീഷണി നേരിടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നാണ് അഭിഭാഷക സംഘം പറഞ്ഞത്. ഏതായാലും പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷണം നടത്തണമെന്നാണ് ഈ അഭിഭാഷക സംഘം, അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആക്ഷൻ കമ്മിറ്റി എല്ലാം തന്നെ ആവശ്യപ്പെടുന്നത്. അതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. ഈ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാകുന്നില്ല. കോടതി നിർദ്ദേശപ്രകാരം കുഴിച്ചു പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുന്നില്ല
ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പറഞ്ഞത് കൃത്യമായും ഇതുമായി ബന്ധപ്പെട്ട നടപടി ഉണ്ടാകുമെന്നാണ്. എപ്പോൾ നടപടി ഉണ്ടാകുമെന്നുള്ള ഒരു ചോദ്യമാണ് ഉയരുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട ആക്ഷൻ കമ്മിറ്റിയും അഭിഭാഷക സംഘവും എല്ലാം തന്നെ ശക്തമായി നിലകൊള്ളുകയാണ്. പ്രത്യേക അന്വേഷണ സംഘം ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തണമെന്നാണ് പറയുന്നത്. സുപ്രീം കോടതി മുൻ ജഡ്ജ് ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തണമെന്നാണ് ആവശ്യപ്പെട്ട് രംഗത്തെത്തിയിരിക്കുന്നത്. വലിയ വിവാദമായി ധർമ്മസ്ഥലയിലെ ഈ വെളിപ്പെടുത്തൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇത്രയും വിവാദമാകുമ്പോഴും രാജ്യം തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന തലത്തിലേക്ക് മാറുമ്പോഴും കാര്യമായ അന്വേഷണം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. മനു, തീർച്ചയായും അതാണ് സിജു നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. രാജ്യം കണ്ട ഏറ്റവും വലിയ കൊലപാതക പരമ്പരകളിൽ ഒന്നിൻ്റെ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ മുൻപിലേക്ക് എത്തിയിരിക്കുന്നത്. കോടതി ആ സ്ഥലം കുഴിച്ച് പരിശോധിക്കണം എന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടും ഇപ്പോഴും അവിടുത്തെ ധർമ്മസ്ഥലയിലെ ലോക്കൽ പോലീസ് അവിടെ കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതല്ലാതെ വേറൊന്നും നടക്കുന്നില്ല. എന്തൊരു ഭരണ സംവിധാനമാണ്! ഏതോ കാലത്ത് നടന്നൊരു സംഭവത്തെക്കുറിച്ച് വെളിപ്പെടുത്തൽ നടന്നിട്ടും അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ സംഘം രൂപീകരിക്കാത്ത ഭരണ സംവിധാനത്തിന് എന്ത് ഉത്തരവാദിത്തമാണ് ആ നാട്ടിലെ മനുഷ്യരോടുള്ളത് എന്നത് പ്രധാനപ്പെട്ട ചോദ്യമല്ലേ? വലിയ സ്നേഹത്തിൻ്റെ കടയൊക്കെ നടത്തുന്നവരല്ലേ ഇത്രയും വലിയ സങ്കടപ്പെടുന്ന വാർത്ത കേട്ടിട്ട് മിണ്ടാതിരിക്കുന്നത്? മനു, തീർച്ചയായും നമുക്ക് കേൾക്കുമ്പോൾ തന്നെ വലിയ ഞെട്ടലുളവാക്കുന്ന ഒരു സംഭവമാണ് ധർമ്മസ്ഥലയിൽ നിന്നുണ്ടാകുന്നത്. പക്ഷേ അതിൻ്റെ ഗൗരവത്തോടു കൂടിയുള്ള ഒരു ഇടപെടൽ കർണാടക സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല എന്നുള്ളതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. സുപ്രീം കോടതി മുൻ ജസ്റ്റിസ് വി ഗോപാൽ ഗൗഡ ഇതുമായി ബന്ധപ്പെട്ട് സമഗ്രമായ അന്വേഷണം നടത്തണം, അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിക്കണമെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ആവശ്യപ്പെടുന്നു. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് തുടർ നടപടികൾ ഉണ്ടാകുന്നില്ല. ഇങ്ങനെ നിയമരംഗത്തും രാഷ്ട്രീയ രംഗത്തുമുള്ള ആളുകളിൽ നിന്നെല്ലാം തന്നെ വലിയ സമ്മർദ്ദം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മാസം 11-ന് കോടതിയുടെ നിർദ്ദേശമുണ്ടായിട്ടും കുഴിച്ചു പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തീരുമാനമാകുന്നില്ല. ഈ പരാതി നൽകിയ ആളുടെ രഹസ്യമൊഴി പുറത്തേക്ക് ചോരുന്നു എന്ന് പരാതി ഉയരുന്നു. ഇപ്പോഴും ഇവിടെയുള്ള ഈ ധർമ്മസ്ഥല പോലീസ് സ്റ്റേഷനിലെ SI റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥരാണ് ഈ കേസ് അന്വേഷിക്കുന്നത് എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിൽ ഇത്തരം ഒരു ആരോപണം ഉയർന്നാൽ സ്വാഭാവികമായും വളരെ പെട്ടെന്ന് തന്നെ മണിക്കൂറുകൾക്കകം തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുകയും അതുമായി ബന്ധപ്പെട്ട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടം ഉണ്ടാവുകയും എല്ലാം ചെയ്യുന്നത് പല കേസുകളിലും നമ്മൾ കണ്ടതാണ്. പക്ഷേ എന്നാൽ 100-ലധികം സ്ത്രീകളെ കുഴിച്ചിടേണ്ടി വന്നു. കൊലപ്പെടുത്തിയ സ്ത്രീകളുടെ ശവശരീരം കുഴിച്ചിടേണ്ടി വന്നു. അവർ പലരും ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ടതാണ് എന്ന തരത്തിലുള്ള തെളിവുകൾ ഉണ്ടായിരുന്നു എന്നടക്കമുള്ള ഒരു വെളിപ്പെടുത്തൽ വന്നിട്ടും ഇപ്പോഴും ധർമ്മസ്ഥല സ്റ്റേഷനിലെ SI റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുന്നത്. ഒരു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കാൻ എന്താണ് പ്രശ്നമെന്നുൾപ്പെടെയുള്ള കാര്യത്തിൽ നിലവിൽ എന്തായാലും വ്യക്തതയില്ല. മുഖ്യമന്ത്രി സിദ്ധരാമയ്യ കഴിഞ്ഞ ദിവസം സംസാരിച്ചതും ഒരു ഒഴുക്കൻ മട്ടിലുള്ള സംസാരമാണ്. അന്വേഷണം ഉണ്ടാകും. ഈ ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് അന്വേഷണം വിശദമായി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ ശേഷം ഇതുമായി ബന്ധപ്പെട്ട തീരുമാനം ഉണ്ടാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും മനു ചോദിച്ചതുപോലെ തന്നെ എന്തായാലും ഒരു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുന്നതിന് വേണ്ടി എന്താണ് തടസ്സം നിലവിലുള്ളത് എന്ന കാര്യത്തിലാണ് ഒരു വ്യക്തതയില്ലാത്തത്. ഏതായാലും അന്വേഷണത്തിൽ വലിയ അനാസ്ഥയുണ്ടാകുന്നു. ഈ വെളിപ്പെടുത്തലിൻ്റെ ഒരു ഗൗരവത്തിനനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി, ഏതായാലും അവിടെ സഞ്ചരിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങളാണ് സിജു നമ്മളോട് പങ്കുവച്ചത്. നോക്കൂ, 200-ലധികം സ്ത്രീകളെ കുഴിച്ചിട്ടു എന്ന വെളിപ്പെടുത്തലാണ് ഒരാൾ നടത്തിയത്, ഒരു മുൻ ജീവനക്കാരൻ നടത്തിയത്. ആ കുഴിച്ചിട്ട സ്ത്രീകളിൽ പലരും പീഡനത്തിന് ഇരയായിരുന്നു, അവർക്ക് വസ്ത്രങ്ങൾ പോലും ഉണ്ടായിരുന്നില്ല എന്ന് വെളിപ്പെടുത്തൽ നടത്തി തെളിവുകൾ സഹിതം അസ്ഥികളുമായിട്ടാണ് പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുന്നത്. എന്നിട്ടും അതിലൊരു ഉന്നത അന്വേഷണ സംഘമില്ല, കൃത്യമായ പ്രൊസീജിയേഴ്സ് ഇല്ല. കോടതി പറഞ്ഞിട്ടും ആ സ്ഥലം, ഈ കുഴിച്ചിട്ടപ്പെട്ടു എന്ന് പറയുന്ന സ്ഥലങ്ങൾ കുഴിച്ചു പരിശോധിക്കുന്നില്ല. എന്താണ് അവിടുത്തെ ആഭ്യന്തരമന്ത്രിയും അവിടുത്തെ പോലീസും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ഇവിടെ നിന്നൊരു ചോദ്യം പോലും ഇതുവരെ ഉയർന്നിട്ടില്ല. എന്തുകൊണ്ടാണ്? അവിടെ ഭരിക്കുന്നത് സ്നേഹത്തിൻ്റെ കട തുറന്നവരാണല്ലോ. ഈ കടയും പൂട്ടിക്കെട്ടി പോകേണ്ടി വരും ഇങ്ങനെയാണെങ്കിൽ. അതേ കട തുറന്നവരുടെ കൂട്ടുകാരാണല്ലോ ഇവിടെ നിൽക്കുന്നത്. നമുക്കറിയാമല്ലോ ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ടായാൽ അവർ ഉണ്ടാക്കാൻ പോകുന്ന ആരോപണങ്ങൾ, പൊല്ലാപ്പുകൾ എന്തൊക്കെയാണെന്ന്. എന്തുകൊണ്ടാണ് ഒരു അക്ഷരം പോലും ഈ വാർത്ത പുറത്തു വന്നിട്ടും കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വവും ആവശ്യപ്പെടാതിരിക്കുന്നത്? നമ്മുടെ മലയാളികളടക്കം അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന വിവരങ്ങളാണല്ലോ പുറത്തേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തെ പ്രതിപക്ഷത്തിനും ഉത്തരവാദിത്വമുണ്ടല്ലോ. വലിയ തോതിൽ അന്വേഷണം വേണം, മുതിർന്ന ഉദ്യോഗസ്ഥരുടെ സംഘം അന്വേഷിക്കണം എന്നൊക്കെ പറയാൻ എന്തുകൊണ്ടാണ് അവർ മിണ്ടാതിരിക്കുന്നത്? അതാണ് ഞാൻ പറഞ്ഞത്. സിജു തന്നെ അവിടെ പോയിട്ട് ഞെട്ടിപ്പോയി എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഏതായാലും ഇന്നലെ പുറത്തു വന്ന മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് CBI-യിൽ സ്റ്റെനോഗ്രാഫറായിരുന്ന ഒരു ഉദ്യോഗസ്ഥ, അവരുടെ മകൾ ഈ സ്ഥലത്ത് ദുരൂഹ സാഹചര്യത്തിൽ കാണാതായിട്ടുണ്ട്, അന്വേഷണം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നു എന്നതായിരുന്നു. അപ്പോൾ പല തലങ്ങളിൽ നിന്ന്, രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് ഇപ്പോൾ വെളിപ്പെടുത്തലുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ കാണാതായവരെ കുറിച്ചുള്ള. ഏതായാലും ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ അധികം ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയില്ല. കർണാടക
കർണാടക സർക്കാരിന് പലയിടങ്ങളിലും പ്രത്യേകിച്ചും കോടതിക്കൊക്കെ മുന്നിൽ മറുപടി പറയേണ്ടി വരും സിദ്ധരാമയ്യയ്ക്കും സംഘത്തിനും എന്ന് കൂടി നമുക്കിവിടെ പറഞ്ഞു വെക്കേണ്ടി വരും.